ഹായ് ഡിസൈനേഴ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്യാൻവ ആപ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഇത് നമ്മളുടെ ക്യാൻവ ട്യൂട്ടോറിയൽ സീരീസിലെ 3ാമത്തെ എപ്പിസോഡാണ്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ക്യാൻവ എന്ന് പഠിച്ചു, ആരൊക്കെയാണ് അത് ഉപയോഗിക്കുക, എങ്ങനെയൊക്കെയാണ് ക്യാൻവയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതെന്നും. 2ാമത്തെ എപ്പിസോഡിൽ ക്യാൻവയിലെ എല്ലാ ടൂൾസും, അതായത് ഈ ക്യാൻവയിലെ ആപ്സ് വെച്ച് ബാക്കി എല്ലാ ടൂൾസും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് ക്യാൻവയുടെ ആപ്സ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഡിസൈനറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ക്യാൻവയുടെ ആപ്പ് സെക്ഷനെ നമുക്ക് പറയാം. കാരണം എന്താണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനും നമ്മളെ ഡിസൈനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഫ്ലോ വളരെ സ്പീഡ് ആക്കാനും വേണ്ടിയിട്ട് ക്യാൻവ ആപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻവ ആപ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻവ വർക്ക് സ്പേസിൽ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ക്യാൻവ ആപ്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോസ് സെർച്ച് ചെയ്തെടുക്കാം, ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, AI വെച്ചിട്ട് ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം, QR കോഡ് ജനറേറ്റ് ചെയ്യാം എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ക്യാൻവ ആപ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം, ഏറ്റവും താഴെയായിട്ട് ആപ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് വേണ്ട എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് അതിലൊരു ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ സെർച്ച് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇമേജിനെ എൻഹാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇമേജിനെ ജനറേറ്റ് ചെയ്യണം. ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. AI ഇമേജ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. കണ്ടോ, ഇവിടെ AI ഇമേജ് ജനറേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്സ് നമുക്ക് കാണിച്ചു തരും. വളരെ സിമ്പിൾ ആയിട്ട് ഏത് ആപ്സ് ആണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ആപ്സ് യൂസ് ചെയ്യാം. അപ്പൊ ചോദിക്കുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനിലേക്കാണോ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്? അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം, അതിലേക്കാണ് ഒരു ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു എക്സിസ്റ്റിംഗ് ഡിസൈൻ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പുതിയൊരു ഡിസൈൻ ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് അതിലേക്കാണ് വേണ്ടെങ്കിൽ യൂസ് ഇൻ ന്യൂ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ഇൻ ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ന്യൂ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്യാൻവാസിന്റെ സൈസ് ആണ് വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്റ്റോറി വേണമെങ്കിൽ സ്റ്റോറിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറിയുടെ സൈസ് കാണിക്കും. ഓക്കെ, പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് ഏത് പോസ്റ്റ് ആണ് വേണ്ടത് അത് കൊടുക്കുക. ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം, ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് എങ്ങനെയുള്ള ഇമേജ് ആണ് വേണ്ടത് അതുപോലെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാൻ വീണ്ടും നേരത്തെ വന്ന അതേ സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ കണ്ടോ, ഫോർ യു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആപ്സ്, ട്രെൻഡിങ് ആയിട്ടുള്ള ആപ്സ് എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അവര്. അതുപോലെ തന്നെ ഇവിടെ വർക്ക് സ്പേസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആപ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. AI പവേർഡ് ആയിട്ടുള്ള കുറച്ച് ആപ്സ് ഉണ്ട് ഇവിടെ. അതേപോലെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സുകൾ കാണാം. ഡിസൈനിങ്ങിന് വേണ്ട കുറച്ച് ആപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഷെയർ ആൻഡ് പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ, അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ ഓട്ടോമേഷൻ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഓൾ ആപ്സിൽ എല്ലാ ആപ്ലിക്കേഷൻസും അലൈൻ ചെയ്തായിട്ട് കാണാം. നമ്മൾ ഹോം പേജിലുള്ള സെക്ഷനിൽ തന്നെ ലെഫ്റ്റിൽ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് എടുത്തത്. നേരെ മറിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലോ നമ്മൾ ക്രിയേറ്റ് എടുത്തിട്ട് ക്യാൻവാസ് സൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യാല്ലേ. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. ഫ്രം സ്ക്രാച്ച് നിന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇവിടെ നോർമൽ ആയിട്ട് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ച ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെന്നാലും നമുക്ക് ഏറ്റവും താഴെ ആപ്സ് എന്ന് കാണാം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴാണ് ആപ്സ് ആവശ്യം. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെർച്ചിൽ ഏത് ആപ്പ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാൻവയിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആപ്സ് ആണ് നിങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ ആപ്സ് എങ്ങനെ യൂസ് ചെയ്യാം, അതായത് ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ആപ്സ് ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ഇമേജ് വേണം. സോ ഞാൻ എലമെന്റ്സിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഇമേജ് എടുക്കണം, കാരണം പ്രോ വേർഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് എടുത്തു. ദെൻ നമ്മൾ ആപ്സിലേക്ക് വന്ന് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് ആപ്സ് ഉണ്ട്. ഞാൻ ഈ ഒരു ആപ്പ് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ക്ലിക്ക് ചെയ്തു. ദെൻ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ആ സെലക്ട് ചെയ്ത ഇമേജ് ഇവിടെ കാണിക്കും. ചില ആപ്സിൽ സെലക്ട് ചെയ്ത ഇമേജസ് കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ വരാറുണ്ട്. ഇവിടെ ഞാൻ ഇറേസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ AI ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പിലുള്ള ഇമേജസിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഇനി ഫോട്ടോഷോപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാൻവയിൽ വന്നിട്ട് ഈ റിമൂവർ ആപ്പ് യൂസ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡക്ട്സ് ഫോട്ടോസ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഇമേജസോ പോർട്രേറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. നോക്കിയേ, വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൃത്യമായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടി. നമ്മൾ സാധാരണയായിട്ട് ഇമേജസ് എവിടെ എടുക്കുക,
എടുക്കാറ്? നമ്മൾ എലമെന്റ്സിൽ വന്നിട്ട് സെർച്ച് ചെയ്യൂലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അപ്ലോഡ്സിൽ വന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇമേജസിനെ എടുക്കണം. അതല്ലാതെ നമുക്ക് ഇമേജസ് ഒക്കെ എടുക്കാനുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. സ്റ്റോക്ക് ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന വെബ്സൈറ്റിലുണ്ട്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരെ ഗൂഗിളിൽ പോയിട്ട് ആ വെബ്സൈറ്റിന്റെ പേര് അടിക്കൂലേ. ഞാൻ ഫോർ എക്സാമ്പിൾ പെക്സൽസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ ഡിസൈനേഴ്സ് ഒക്കെ കൂടുതലും ഇമേജസ് ഒക്കെ നല്ല ക്വാളിറ്റി HD ഇമേജസ് ഒക്കെ എടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണിത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാറ്റിന്റെ വളരെ HD ഇമേജസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാൻവ ആപ്സിൽ വന്നു കഴിഞ്ഞാലും പെക്സൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പെക്സൽ വെബ്സൈറ്റിന്റെ ആപ്പ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ എല്ലാ ഇമേജസും അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കാറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നോക്കിക്കോ, നമുക്ക് അവിടെ കണ്ട അതേ റിസൾട്ട്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് അല്ലെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാൻവയിലെ ആപ്സിൽ വന്നിട്ട് പെക്സൽസിൽ നിന്ന് നമുക്ക് വേണ്ട ഇമേജസ് എടുക്കാം. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ ആണെങ്കിലോ ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഈ അപ്ലോഡ്സിൽ വന്ന് അപ്ലോഡ് ചെയ്യേണ്ടി വരും, പിന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിലും വളരെ സ്പീഡായിട്ട് നമ്മളുടെ പ്രോസസ്സ് അല്ലെങ്കിൽ വർക്ക് ഫ്ലോ സ്പീഡാക്കാൻ വേണ്ടി ഈ ഒരു ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇതുപോലെ തന്നെ പെക്സൽ പോലെ തന്നെ മറ്റൊരു ആപ്പാണ് പിക്സാബെ എന്ന് പറയുന്ന ആപ്പ്. ഇതാണ് പിക്സാബെ എന്ന് പറഞ്ഞ ആപ്പ്. ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. ഇതും ഇതുപോലെ തന്നെ സ്റ്റോക്ക് ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബേർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. അപ്പൊ ഇതിന് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ക്യാൻവാസിലേക്ക് ആ ഒരു ഇമേജ് വരും. അടുത്ത ആപ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഗിഫ് ഇമേജസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നേരെ ആപ്സ് ക്ലിക്ക് ചെയ്യാം, ദെൻ ഇവിടെ സെർച്ച് ചെയ്യാം, ഗിഫി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. നമുക്ക് ഇവിടെ കാണാം ആ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണാം ഒരുപാട് ഗിഫ് ഇമേജസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗിഫ് ഇമേജ് എനിക്കിപ്പോ ഒരു കാറ്റിന്റെ ഗിഫ് ഇമേജ് വേണമെങ്കിൽ കാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ്സിന്റെ ഗിഫ് ഇമേജസ് വരും. ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിലേക്ക് ആ ഇമേജ് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്ന PDF-ലോ അല്ലെങ്കിൽ വീഡിയോയിലോ അല്ലെങ്കിൽ ഡിസൈനിലോ ഒക്കെ മാപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ക്യാൻവയുടെ ആപ്സിൽ വന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഇവിടെ കാണാം ഗൂഗിൾ മാപ്പ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് മൾട്ടിമീഡിയ ഫാക്കൽറ്റി ആയിട്ടാണ്. GTech മാഹിയിൽ കണ്ണൂർ മൾട്ടിമീഡിയ ഫാക്കൽറ്റി ആയിട്ടാണ്. എനിക്ക് ഇവിടുത്തെ അഡ്രസ്സ് വേണമെന്ന് വിചാരിക്കാം. ഞാനിവിടെ GTech മാഹി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മാഹി. നോക്കിയേ, ആ ഒരു മാപ്പ് ഇവിടെ വരുന്നതായിട്ട് കാണാം. ഇനി നിങ്ങളുടെ വർക്കിലേക്ക് ഒരു യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ക്യാൻവയുടെ ആപ്സിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, യൂട്യൂബിൽ നിന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഫോട്ടോഷോപ്പ് മലയാളം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്. നോക്കിയേ, ഫോട്ടോഷോപ്പിന്റെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഒക്കെ ഇവിടെ കാണുന്നതാണ്. ഇതേ നമ്മുടെ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ ഒരു വർക്കിലേക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഏത് യൂട്യൂബ് വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ജനറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റിൽ ഒരു QR കോഡ് ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ ആപ്സിൽ വന്നിട്ട് ഇവിടെ ഞാൻ QR കോഡ് ജനറേറ്റർ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ തന്നെ സജഷൻസ് കാണിക്കും. ഈ ഒരു ഓപ്ഷൻ ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്പ് കുറെ ഓപ്ഷൻസ് ഉണ്ട്, കുറെ QR കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോ രണ്ടാമത്താണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ID-യുടെ URL പേസ്റ്റ് ചെയ്തു. ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് QR കോഡിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ട് കളറും മാർജിനും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. തൽക്കാലം ഞാൻ മാറ്റുന്നില്ല കളേഴ്സ് ഒന്നും. ദെൻ ജനറേറ്റ് കോഡ് കൊടുക്കുകയാണ്. കോഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഒന്ന് എടുത്തേ. ക്യാമറ എടുത്തിട്ട് ഒന്ന് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ് കാണിക്കും. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റിന്റെ പേര് കൊടുക്കാം. അങ്ങനെ ഏത് URL കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ QR കോഡിലൂടെ റീഡയറക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് AI വെച്ചിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ AI ഇമേജ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സജഷൻസ് കാണിക്കും. ഞാനൊരു ആപ്പ് എടുക്കുകയാണ്. ഇതിൽ ഫസ്റ്റ് വൺ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കണം. അതായത് എന്ത് ഇമേജ് ആണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോ Ctrl+V കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡീറ്റെയിൽസ്. അതായത് ഒരു ഹൗസ് വൈഫ് ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന പോലുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുപോലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് HD ഇമേജ്, കോമിക്, കാർട്ടൂൺ, അങ്ങനെ പല ടൈപ്പ് ഓഫ് എഫക്റ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ HD ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് എനിക്ക് വേണ്ടത്. ഇവിടെ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് സ്ക്വയറിൽ ക്രിയേറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് ആസ്പെക്ട് റേഷ്യോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ക്വയർ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഞാൻ ജനറേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ലോഡ് ആവുന്നതായിട്ട് കാണാം. നോക്കിയേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആഡ് ടു ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്യാൻവാസിലേക്ക് ആ ഒരു ഇമേജ് വന്നു. ഒരു വീട്ടമ്മ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ആണ് വന്നിട്ടുള്ളത്. ഇനി എനിക്ക് മോക്കപ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. മോക്കപ്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് ബിസിനസ് കാർഡിൽ അറ്റാച്ച് ചെയ്യണം, അല്ലെ ടീഷർട്ടിൽ, ഫോണിന്റെ സ്ക്രീനിൽ പ്രിവ്യൂ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് മോക്കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻസിനൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ലോഗോസ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് വർക്കുകൾ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഒരു റിയൽ ലൈഫ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാനിവിടെ സ്മാർട്ട് മോക്കപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്.
ഇനി ഞാനിവിടെ നാലാമത്തെ ഈ ഒരു മോക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അത് സെലക്ട് ചെയ്യാണ്. ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് മോക്കപ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് ക്യാൻവയിൽ തന്നെയുള്ള എലമെന്റ്സിലും ഈ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓൾ കൊടുക്കാണ് ഇമേജസിൽ. നമുക്ക് വേണമെങ്കിൽ വീഡിയോസിൽ മോക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്മാർട്ട് ഫോൺ, പ്രിന്റ് കാര്യങ്ങളൊക്കെ മോക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോ ഒരു സ്മാർട്ട് വാച്ച് എടുക്കുകയാണ്. ഈ ഒരു സ്മാർട്ട് വാച്ച് എടുത്തു. ഞാൻ ഇതിലേക്ക് നമുക്ക് ഇമേജിനെ ആഡ് ചെയ്യണം. ഞാനിപ്പോ നേരെ ഡൗൺലോഡ്സിലേക്ക് പോയി എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഈ സ്പൈഡർമാൻ്റെ ഇമേജ് എന്ന് വിചാരിക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് മോക്കപ്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആപ്സിൽ വന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ മോക്കപ്പിന്റെ. ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. 3D മോക്കപ്സ് ഒക്കെ എടുക്കാം. 3D പോലെയുള്ള ഇമേജസ് കാര്യങ്ങൾ മോക്കപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാത്തിലും ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി പോകുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഐക്കൺസ് ഒക്കെ വേണമെന്ന് വിചാരിക്കാം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, എലമെന്റ്സിൽ വന്നിട്ട് ഐക്കൺസ് വേണ്ടത് സെർച്ച് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഫോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഗ്രാഫിക്സിൽ നമ്മൾ ഐക്കൺസ് വന്നിട്ട് എടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇതിൽ പലതും പ്രോ ആണ്, ചിലത് മാത്രം ഫ്രീ ഉള്ളൂ അല്ലെ. ഈ ഫ്രീ ആയതെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആപ്സിൽ വരാം. ഞാനിവിടെ ഐക്കൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഐക്കൺ സ്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, സെലക്ട് ചെയ്യാം. ഇതാണ് ആ ഒരു ആപ്പ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഐക്കൺസ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് 3D ഐക്കൺസ് വേണമെങ്കിൽ 3D അസറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3D ഐക്കൺസ് കിട്ടും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. 3D ഐക്കൺസിൽ തന്നെ നോക്കി ഹാൻഡ് ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഐക്കൺസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഐക്കൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഐക്കൺ സ്കൗട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണം എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇമേജ് അല്ലേ ഇത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ബ്ലർ ചെയ്യണം എന്ന് വിചാരിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ആപ്സിൽ പോവാണ്. ഇവിടെ ബ്ലർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. ഇവിടെ കാണാം ഒരു ഓപ്ഷൻ. ഞാൻ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഇതാണ് ഇമേജ് അല്ലേ. അപ്പൊ ഇമേജ് കാണിക്കും എത്രത്തോളം ബ്ലർ ചെയ്യണം. ആ ഇന്റൻസിറ്റി ഇവിടെ സെറ്റ് ചെയ്യാം. എനിക്ക് 5 ആണ് മാക്സിമം. ഞാനൊരു 4 ഇട്ടു. ബ്ലർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള ആ ഒരു ഇമേജ് വന്നു. ആഡ് ടു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിനെ റീപ്ലേസ് ചെയ്യും. ഇവിടെ ഞാൻ 4 എന്ന് പറയുമ്പോൾ ഹൈ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ വളരെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ബ്ലർ ആയിട്ട് വന്നു. നമുക്ക് അത്രയ്ക്കൊന്നും സൈസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇമേജിനെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇമേജ് എൻഹാൻസർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടെ ഞാൻ ഇമേജ് എൻഹാൻസർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്. ഇമേജ് എൻഹാൻസ്മെന്റ്. നമുക്ക് ഒരുപാട് ആപ്സ് വരും. അതിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആപ്സ് ഏതാണ് അത് സെലക്ട് ചെയ്യാം. ഈ ഒരു ആപ്പ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ 3x മാറ്റുന്നുണ്ട്, ജനറേറ്റ് കൊടുക്കുകയാണ്. ദെൻ ഇനി നോക്കിയേ, ഇവിടെ ആ ഒരു ഡിഫറൻസ് അവർ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു എൻഹാൻസ് ചെയ്തതിന്റെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ആഡ് ടു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ വരുന്നതായിട്ട് കാണാം. അതായത് നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു ഇമേജും തമ്മിലുള്ള വളരെ ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്വാളിറ്റി ഒരുപാട് നമുക്ക് എൻഹാൻസ് ചെയ്ത് തന്നു. നമ്മൾ എന്തിനാണ് ഈ ക്യാൻവ ആപ്സ് യൂസ് ചെയ്യുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ വർക്കിന്റെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രിയേറ്റീവ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ക്യാൻവ ആപ്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതൊക്കെ ക്യാൻവ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു ആപ്സ് ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾക്ക് ഡിസൈനിങ്ങിൽ നല്ലൊരു മാറ്റം എന്തായാലും കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഔട്ട്പുട്ടിൽ നല്ല രീതിയിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് വേണ്ട ആപ്സ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക, ട്രൈ ചെയ്യുക. പണ്ടത്തെ ക്യാൻവ അല്ല ഇപ്പോ. പണ്ട് ഒരുപാട് ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ AI കടന്നുവരവോട് കൂടിയിട്ട് ക്യാൻവയിൽ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഡിസൈനിങ്ങിനോടൊക്കെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇതുപോലെ ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, സ്റ്റുഡൻസിനൊക്കെ എന്തായാലും ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ക്യാൻവ. ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.